അസ്സലാമുഅലൈക്കും, നമസ്കാരം. ഇന്ന് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു പീനട്ട് ചട്നിയാണ് ചെയ്യുന്നത്. കപ്പലണ്ടി വെച്ചിട്ട് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അത് ഒരു ഫ്രൈ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ട് നല്ല ബ്രൗൺ നിറമാകുന്നിടം വരെ ഇതൊന്ന് വറുത്തെടുക്കണം. ഇനി വറുത്ത കപ്പലണ്ടിയാണ് കിട്ടുന്നതെങ്കിലും ഇതുപോലെ തന്നെ ഫ്രൈ പാനിലിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം. ഇത് 1/4 കപ്പ് കപ്പലണ്ടി മതിയാവും. ഒരുപാട് ചമ്മന്തി ഉണ്ടാവും. ഇത് അരച്ച് വരുമ്പോൾ നല്ല കുറുകലും ഉണ്ടാകും. കപ്പലണ്ടി നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്, നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. 2 അല്ലി വലിയ വെളുത്തുള്ളിയാണ്, അതൊന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 4-5 അല്ലി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി വേണ്ടത് പിഴുപുളിയാണ്. വാളൻപുളി, കോൽപ്പുളി എന്നൊക്കെ പറയും. അതൊരു നെല്ലിക്ക വലുപ്പത്തിൽ ചേർത്ത് കൊടുക്കണം, ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ. ഇനി വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ മുളക് പൊടി വേണേലും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, കരിയാതെ ഇളക്കി കൊടുക്കണം. അതുമല്ല വെള്ള ചട്നിയാണ് വേണ്ടതെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിൽ പാകത്തിന് വെള്ളവും ഉപ്പും ഇട്ടൊന്ന് അടിച്ചെടുക്കാം. ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാക്കുകയൊന്നും വേണ്ട. ഇനി ഇത് പാത്രത്തിലോട്ട് ഇനി താളിച്ചൊഴിക്കാം. ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. മുളക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ച് വെച്ചിരിക്കുന്ന ചട്നിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം പീനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. ഇത് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ പറ്റിയ ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.